ഈ കുറേ കാലങ്ങളായി നമ്മൾ ഡെയിലി കേൾക്കുന്ന ന്യൂസുകളാണ് ലഹരിയെക്കുറിച്ച്. ലഹരിയുടെ ന്യൂസ് ഇല്ലാത്തൊരു ദിവസം ഇന്ന് കേരളത്തിലില്ല. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീരാഗ് അശോക്, കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ്, ജോസ്കോ ഹോസ്പിറ്റൽ, പന്തളം. ഈ കുറേ കാലങ്ങളായി നമ്മൾ ഡെയിലി കേൾക്കുന്ന ന്യൂസുകളാണ് ലഹരിയെക്കുറിച്ച്. ലഹരിയുടെ ന്യൂസ് ഇല്ലാത്തൊരു ദിവസം ഇന്ന് കേരളത്തിലില്ല. 4 വയസ്സുകാരി കുട്ടിക്ക് മുട്ടായിൽ ലഹരി നൽകി, 12 വയസ്സുകാരനായ സഹോദരൻ 10 വയസ്സുകാരിക്ക് ലഹരി നൽകി, 19 വയസ്സുകാരൻ ലഹരി ഉപയോഗിച്ച് അമ്മയെ ഉപദ്രവിക്കുന്നു. അതുപോലെ ലഹരിയുടെ കേസുകളാണ് എന്നും നമ്മൾ മൊബൈൽ തുറന്നാലും ഏത് പത്രമാധ്യമങ്ങളിൽ കൂടെ ആണെങ്കിലും എല്ലാം കാണുന്നത് ലഹരി കേസുകളാണ്. പണ്ട് യുവാക്കളിലും കൗമാരക്കാരിലും മാത്രം കണ്ടുവന്നിരുന്ന ഒരു ലഹരി ഉപയോഗം ഇന്ന് അതും കടന്ന് കുട്ടികളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് കുട്ടികൾ വരെ ഇപ്പോൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണിത് ഇതിൻ്റെ വ്യാപ്തി ഇത്രത്തോളം കടന്നു ചെന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ, അത് കുട്ടികൾക്ക് മാത്രമല്ല, മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനും അതുപോലുള്ള നാട്ടിലുള്ള എല്ലാവരും ഇതിൻ്റെ ഒരു ബോധവൽക്കരണം ഉണ്ടാവണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്യാട്രി, ജോസ്കോ ഹോസ്പിറ്റൽ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ, കുട്ടി സ്കൂളിൽ, അതായത് കൊച്ചു പ്രായത്തിൽ തന്നെ സ്കൂളിൽ പോകുന്നു, ദിവസേന സ്കൂൾ, അവിടുത്തെ സ്ട്രെസ്സ്, ഇതെല്ലാം ഒരു കുട്ടിക്ക് ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സ്ട്രെസ്സ് തന്നെയാണ്. അത് നമ്മൾക്ക് ചിന്തിക്കുമ്പോൾ വിചാരിക്കും, ഇല്ല, ഈ കുട്ടികൾക്ക് എന്താണ് ഇത്ര സ്ട്രെസ്സ്, കുട്ടികൾ പോകുന്നു, വരുന്നു, കളിക്കുന്നു. ബട്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പല കാര്യങ്ങളും ഈ കുട്ടികൾ ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്നതും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ കുട്ടികൾ ദിവസേന പോയി വരുന്നു, സ്കൂളിൽ പോയി വരുന്നു, അവിടെ ഉണ്ടാകുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ, ഇത് അവർക്ക് വീടുകളിലെത്തുമ്പോൾ അത് തുറന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ അവിടെ മാതാപിതാക്കളുടെ സമയക്കുറവ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിക്കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇത് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ എത്തുകയാണ്. ഇങ്ങനെ ഉള്ളതും അത് കൂടാതെ കുട്ടികൾക്ക് ശാരീരികമായും മാനസികമായും അനുഭവിക്കുന്ന പീഡനങ്ങൾ, അതിൽ ഉപരി സമപ്രായക്കാരിൽ നിന്നുണ്ടാകുന്ന കളിയാക്കലുകൾ, ഇതെല്ലാം ഇവരിൽ ഒരു അസ്വസ്ഥതയുണ്ട്. ഈ അസ്വസ്ഥത അവർക്ക് അത് മറ്റുള്ളവരോട് പങ്കുവെക്കാനുള്ളൊരു സാഹചര്യം ഇല്ല എന്ന് വരുന്നൊരവസ്ഥ ഇവരിൽ മാറ്റങ്ങളുണ്ടാക്കും. ആ മാറ്റങ്ങൾ പിന്നീട്, അതായത് യൗവനകാലത്തിലോ അല്ലെങ്കിൽ കൗമാരകാലത്തോ ഒക്കെ ഇത് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പുറത്തു വരുന്നതാണ്. പല സാഹചര്യങ്ങൾ നമുക്ക് കാണുന്നത് കുട്ടികളിലുള്ള ചില മാനസിക ബുദ്ധിമുട്ടുകൾ അത് ആൾക്കാർ മനസ്സിലാക്കാതെ പോകുന്നതും, അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലും അതിനെ ഒരു നിസാരവൽക്കരിച്ച് ഇതൊന്നും ഒരു പ്രോബ്ലം അല്ല, ഇതൊക്കെ എന്ത് പ്രശ്നമാണ് എന്ന് ചിന്തിച്ച് അത് വിടുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ച് പ്രായം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവരിലൊരു അസ്വസ്ഥത ഉണ്ടാക്കും. അവർക്കൊരു സന്തോഷവും സമാധാനവും കിട്ടാത്തൊരു അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. ഈ ഒരു ടൈമിൽ കുട്ടികൾ സ്വാഭാവികമായും എല്ലാവർക്കും സന്തോഷം വേണം, സമാധാനം വേണം. അപ്പോൾ കുട്ടികളും ഇത് ആഗ്രഹിക്കുന്നു. ഇവിടെയാണ് ഈ ലഹരി വിൽക്കുന്നവരോ അല്ലെങ്കിൽ മറ്റ് ഇത് ഉപയോഗിക്കുന്ന കൂട്ടുകാർ, അല്ലെങ്കിൽ ആരാണോ അവർ ഇതിലേക്ക് കുട്ടികളെ വശീകരിക്കാൻ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം.